ഹലോ, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല നീറ്റായിട്ട് എങ്ങനെ സെറ്റ് മുണ്ട് ഉടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ആദ്യം നമ്മളിവിടെ മുണ്ടാണ് ഉടുക്കുന്നത്. മുണ്ടിൻ്റെ കസവ് വരുന്ന ഒരു ഭാഗം നന്നായിട്ട് ഇങ്ങനെ വലിച്ച് സ്ട്രെയിറ്റായിട്ട് പിടിച്ച് നമ്മുടെ പാവാടയിൽ കുത്തുക. കണ്ടോ, ഇതുപോലെ കസവ് നേരെ വരുന്ന രീതിയിൽ പിടിച്ച് ഈ സൈഡിലായിട്ട് കുത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ മറ്റേ അറ്റം എടുത്ത് നടുക്കായിട്ടാണ് കുത്തുന്നത്. നമ്മൾ മറ്റേ അറ്റം കുത്തുമ്പോൾ അതിൻ്റെ കസവിന് ശേഷം വരുന്ന കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം ആ കസവിൻ്റെ അടിയിലേക്കാക്കി അത് കാണാത്ത വിധത്തിൽ മറച്ചു വെച്ച് സെറ്റിപ്പിൻ കുത്തിയിട്ട് വേണം നമ്മൾ ഈ തുമ്പ് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒത്തിരി അറിയത്തില്ലാത്ത രീതിയിൽ അടിയിൽ നിന്ന് ഫിക്സ് ചെയ്തൊരു സെറ്റിപ്പും കുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ തുമ്പ് അവിടെ കുത്തുന്നത്. ഇങ്ങനെ ഒരു സെറ്റിപ്പും കുത്തി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ നടക്കുമ്പോൾ ഈ തുമ്പ് നിവർന്നു പോവുകയോ ഈ കസവ് ഒരു സൈഡിലേക്ക് ആയി പോവുകയോ ഒന്നും ചെയ്യത്തില്ല, ഇങ്ങനെ തന്നെ നിന്നോളും. കണ്ടോ, കറക്റ്റ് സെൻറ്ററിലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈ കസവ് കിടക്കുന്ന രീതിയിൽ നമ്മളിവിടെ കുത്തി വെക്കണം. ഇനി ഈ സൈഡിൽ എവിടെയെങ്കിലും കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു സെറ്റിപ്പിൻ കുത്തി കൊടുക്കാം. കണ്ടോ, ഈ സൈഡിൽ ഇച്ചിരി വളഞ്ഞ പോലെയുണ്ട്, അപ്പോൾ അവിടെ അകത്താക്കി ഒരു ചെറിയ സെറ്റിപ്പിൻ കുത്തി കൊടുത്താൽ നന്നായിട്ട് ഒതുങ്ങി നിന്നോളും. കണ്ടോ, ഇപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിവിടെ മുണ്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തോളത്തേക്ക് ഇടുന്ന ഭാഗം നോക്കാം. അത് നമ്മൾ ഓൾറെഡി പ്ലീറ്റ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെയും കസവിന് ശേഷം വരുന്ന ഭാഗം ഇതുപോലെ അകത്തേക്കാക്കി മടക്കി വെച്ചിട്ട് വേണം നമ്മളവിടെ പിൻ ചെയ്ത് വെക്കാനായിട്ട്. അകത്തേക്ക് കുത്തുന്നതിനേക്കാൾ നന്നായിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഭംഗി. കുത്തിയാലും കുഴപ്പമില്ല, എന്നാലും ആ കസവ് നേരെ നിൽക്കാനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് കുത്തി കൊടുത്താൽ മതിയാവും. ഈ ഭാഗം കുത്തിയിട്ടാണ് നമ്മൾ മുന്താണിയുടെ ബാക്കി ഭാഗം സെറ്റ് ചെയ്യുന്നത്. മുന്താണി ഓൾറെഡി പ്ലീറ്റ്സ് എടുത്ത് വെച്ചതാണെങ്കിലും നമ്മൾ ഒന്നുകൂടെ ടൈറ്റായിട്ട് വലിച്ച് പിടിച്ച് പ്ലീറ്റ്സൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വേണം തോളത്ത് കുത്താനായിട്ട്. നമ്മളിവിടെ ഇപ്പോൾ ഇത് ഏകദേശം ഒരു 9 പ്ലീറ്റ്സോളം എടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് എല്ലാം ഇതുപോലെ നന്നായിട്ട് അടുക്കി വെച്ചതിന് ശേഷം അത് മാറിപ്പോകാതിരിക്കാനായിട്ട് ഏറ്റവും മുകളിലത്തെ ആ പ്ലീറ്റ് ഒന്ന് പൊക്കിയിട്ട് ബാക്കി എല്ലാം കൂടെ അടിയിൽ ഒന്ന് സെറ്റിപ്പിൻ കുത്തി കൊടുത്താൽ ഇവിടെ കുത്തിയാൽ ഇങ്ങനെ വെളിയിൽ കാണത്തുമില്ല, നന്നായിട്ട് അടുങ്ങിയിരിക്കുകയും ചെയ്തോളും. നമ്മൾ കുനിയെ നിവരുകയും ചെയ്യുമ്പോൾ അത് തെന്നിപ്പോകില്ല. അതിനുശേഷം ഫ്രണ്ടിലെടുത്ത പ്ലീറ്റ്സിൻ്റെ കണക്കാക്കി പുറകോട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് കറക്റ്റാക്കി വെച്ച് കൊടുക്കണം. പുറകിൽ പ്ലീറ്റ്സ് എടുത്ത കസവ് ഇങ്ങനെ നിവർന്ന് വരാൻ ചാൻസ് ഉണ്ട്, കാരണം കസവിൻ്റെ കനം കൂടുതലും തുണിയുടെ കനം കുറവാണല്ലോ. അപ്പോൾ അത് നിവർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ഇങ്ങനെ അടുക്കി വെച്ച് നമുക്ക്
ആ കസവ് ഭാഗത്തൊരു പിൻ കുത്തി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സെറ്റ് മുണ്ട് ഇവിടെ നമ്മൾ ഉടുത്ത് കഴിഞ്ഞു. ഈ മോൾക്ക് ഒരു ധാവണിയാണുള്ളത്. അപ്പോൾ അതിന് ചേരുന്നൊരു ഹെയർ സ്റ്റൈൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മോൾക്ക് നല്ല കേളി ഹെയറാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ക്രിമ്പ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. നമ്മുടെ ക്രിമ്പിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ട് പോർഷൻ ഒന്ന് പിന്നി കൊടുക്കാം. നമ്മൾ ഹെയർ ഇവിടെ പിന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂവും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഇവിടെ കംപ്ലീറ്റ് ആകുന്നതാണ്. അങ്ങനെ വളരെ സിമ്പിളായി ഈ അമ്മയും മകളും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.